കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങൾക്ക് പിന്നിൽ വളരെ പ്രത്യേകിച്ചും വിദ്യാർത്ഥികളുടെ ഇടയിലുണ്ടാകുന്ന അക്രമ വാസനകൾക്ക് പിന്നിൽ ലഹരിയുടെ സ്വാധീനം വളരെ വലുതാണ് എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അതുപോലെ പോലീസ് അധികാരികളും ഇതിനോടകം വ്യക്തമാക്കി കഴിഞ്ഞു. അത് നമ്മൾ സമൂഹം മുഴുവൻ ശ്രദ്ധിക്കേണ്ടതാണ്. അവധാനതയോടെ ഈ വിഷയത്തെ സമീപിക്കണം. നമ്മുടെ വരും തലമുറ നാശത്തിലേക്കാണ് പോകുന്നതെന്ന് തിരിച്ചറിയണം. നമ്മുടെ കുട്ടികൾക്കിടയിൽ ഈ ലഹരി മരുന്നുകൾ വിൽക്കുന്നവർ നമ്മുടെ സമൂഹത്തെ തന്നെയാണ് ഇല്ലാതാക്കാൻ പരിശ്രമിക്കുന്നത് തിരിയണം. അത് സമൂഹത്തിൻ്റെ ശത്രുക്കളാണ്. അതുകൊണ്ട് കൂട്ടായ യത്നമാണ് ഇവിടെ വേണ്ടത്. ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഈ ലഹരി എവിടെ നിന്ന് വരുന്നു, ആരിത് വിതരണം ചെയ്യുന്നു, അതൊക്കെ നമ്മൾ ഒരുമിച്ച് കണ്ടുപിടിച്ച് പോലീസ് അധികാരികളെയും ഗവൺമെൻറ്റിനെയും അറിയിച്ച് ഇതിനൊരു വിലക്ക് ഏർപ്പെടുത്തണം. സമൂഹത്തെ കാർന്നു നിന്ന ഈ വളരെ ദോഷകരമായ ഈ പ്രവർത്തികളിൽ നിന്നും നമ്മുടെ വരും തലമുറയെ രക്ഷിക്കേണ്ടത് നമ്മുടെ സമൂഹത്തിൽ എന്ന നിലയിൽ എല്ലാവരുടെ ഉത്തരവാദിത്വമാണ്. കത്തോലിക്ക കോൺഗ്രസ് ഈ കാര്യത്തിൽ വളരെ സജീവമായിട്ട് ഇടപെടാൻ തീരുമാനിച്ചിട്ടുണ്ട്. ലഹരി വിരുദ്ധ കർമ്മ പദ്ധതി ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നെ മേജർ ആർച്ച് ബിഷപ്പ് തന്നെ അതിന് തുടക്കം കുറിച്ച് കഴിഞ്ഞു. കാക്കനാട് കത്തോലിക്ക കോൺഗ്രസിലെ യൂണിറ്റ് ഭാരവാഹികൾ അവിടുത്തെ സ്കൂൾ അധികാരികളോടും പോലീസ് അധികാരികളോടും ചേർന്ന് നിരീക്ഷണ സംവിധാനം ശക്തമാക്കുകയും ഏതെങ്കിലും വിധത്തിൽ ലഹരിയുടെ വാഹകർ ആ പ്രദേശത്തോ സ്കൂളിലോ ഉണ്ട് എന്ന് ബോധ്യമായാൽ അത് ഉടനെ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുകയും ശക്തമായ നടപടികൾ എടുക്കുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. അതുപോലെ പൊതു മനസ്സാക്ഷിയെ ഈ കാര്യത്തെ ഉണർത്തുവാൻ വേണ്ട ബോധവൽക്കരണ നടപടികൾ സ്വീകരിക്കുവാൻ ഞങ്ങൾ പരിശ്രമിക്കുന്നുണ്ട്. ഇത് നമ്മുടെ കൂട്ടായ ഉത്തരവാദിത്വമാണ്. കത്തോലിക്ക കോൺഗ്രസ് മറ്റ് പാർട്ടികളുടെ ഒന്നും മാത്രമല്ല, നമ്മുടെ സമൂഹത്തിൻ്റെ മൊത്തം ഉത്തരവാദിത്വമാണ്. ഈ സമൂഹത്തെ രക്ഷിക്കേണ്ടത്, വരും തലമുറയെ രക്ഷിക്കേണ്ടത് നമ്മുടെ കൂട്ടുത്തരവാദിത്വമായി കണ്ട് കത്തോലിക്ക കോൺഗ്രസ്സും അതിന് വ്യക്തമായ ഒരു ദൗത്യം ഏറ്റെടുക്കുകയാണ്.